ആ വഴി അതുവഴി കയറി കീഴെ കൂടെ മറ്റേ വസ്തുവല്ലേ അതുകൂടെ വഴി പോകുന്നില്ല. അത് 20 വരത്തില്ല. കാരണം പഞ്ഞാർ ഭാഗത്താണല്ലോ കൂടുതൽ. 10 കൂടുതലുണ്ടെന്ന് വഴി അല്ലേ എല്ലാം കൂടെ 42 പിന്നെ അങ്ങോട്ട് കൊണ്ട് പുറകിലോട്ട് 10 സെന്റെങ്കിലും കുറഞ്ഞു. ആ ഉണ്ട്. 42 സെന്റ് അതാ ഞാൻ 10 സെന്റ് ഒരു കുഞ്ഞമ്മ സാധുവിന് കുഞ്ഞമ്മ കുഞ്ഞമ്മ അമ്മ ഇങ്ങനെ പറഞ്ഞ അവർക്കൊന്നും അറിയത്തില്ലായിരിക്കും. നമ്മൾ കഴിഞ്ഞ ദിവസം തേങ്ങയിടാൻ വന്നപ്പോഴും അവരോട് പറഞ്ഞതാണ്. കാരണം അവർക്ക് അറിയാമല്ലോ സത്യാവസ്ഥ. ഇത്രയും വസ്തുവൊന്നും ആരും എന്തോ 1.5 ലക്ഷത്തിനൊന്നും കൊടുക്കാൻ പോകുന്നില്ല. അപ്പം പിന്നെ നമുക്കും കൂടെ യൂസ് ചെയ്യാന്നുള്ളതുകൊണ്ടാണ് അന്ന് അവർക്ക് കൊടുത്തത്, ഇങ്ങനെ കൊടുത്തത്. നമ്മൾ കിഴക്കൂടെ പോയി കൊടുക്കാനാണ് ചെന്നത്. ഇയാളങ്ങ് സംസാരിക്കാൻ തുടങ്ങി. ഇയാളൊരു ഇപ്പം നിങ്ങളോട് പറയും തരാൻ എന്തോന്നും അതൊക്കെ ബുദ്ധിമുട്ടല്ലേ? നമ്മുടെ ക്ലിയറാവില്ലയോ? ഒരു കുഴപ്പമില്ല. അയാളുടെ അതിനെ തുറന്ന അയാൾക്ക് പ്രശ്നം അവിടെ ഒരു കേക്കും ഇല്ല. മരങ്ങളൊക്കെ വെട്ടിമുറിക്കാനായിട്ട് പറയുമോ? ഒരു കല്ലില്ലാണെന്നല്ലേ നല്ലത്. നിങ്ങൾ ഇവിടെ നിന്ന് അതിന്റെ കാര്യത്തിലേക്ക് ഒന്ന് നീങ്ങിയാണ്. ഞാനിപ്പോ നാളെ അപ്പയ്യനെ വിളിക്കും. ഞങ്ങൾ ഇങ്ങനെ ഒരു കോൺടാക്ട് ഞങ്ങൾ ചെയ്യുന്നു. എല്ലാ വർഷവും നോക്കണമല്ലോ. ഞങ്ങൾ ഇങ്ങനെ ഒന്ന് ബന്ധപ്പെട്ടായിരുന്നു. ഒരു രണ്ടാമത്തെ കാര്യം ഞങ്ങളത് ബന്ധപ്പെട്ടു. അപ്പൊ അവരിങ്ങനെ കിഴക്ക് വെച്ച് വഴി ആക്കാൻ അവരല്ലേ ഇരിക്കുകയാണ്. പിന്നെ കാര്യം വന്നതെന്ന് ഞങ്ങളോട് അപ്പൊ അങ്ങനെ അതിന്റെ ഭാഗം നീങ്ങിയാൽ വലിയ ഉപകാരം. ടീച്ചറുടെ നമ്പർ തരാമോ? കുഞ്ഞിന്റെ കൊടുക്കും. ഇന്ന് എല്ലാ നമ്പറും പോകുന്നില്ല. ടച്ച് പാഡ് അതെങ്ങനെ ഭയങ്കര ഞെക്കി 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 അതിന്റെ പാഡ് പോയതാണ്. നാളൊന്നും നമ്പർ പോകുന്നേ ഇല്ല. എന്റെ കുഞ്ഞുമോട് എന്നെ വിളിച്ച് നെറ്റില താമസിക്കുന്നത് വിളിച്ചിട്ട് അവരെ വിളിക്കാൻ കൊണ്ട് വിളിച്ച പക്ഷെ ഞാൻ അങ്ങോട്ട് വിളിച്ചത് 9048319372. അതായത് ഇവിടെ ശരിക്കും 88 വയസ്സായി. എന്റെ പേരിലോട്ട് അമ്മ ആക്കിയതോ ഞങ്ങൾക്ക് ഭാവിക്ക് തന്നതാണ് ഇവിടുത്തെ എല്ലാം വസ്തുക്കളെല്ലാം ഞങ്ങൾ ഇതിന്റെ പേര് ഒന്നുമില്ല. പിന്നെ കാലത്തേക്കും പറഞ്ഞിട്ടുണ്ട്. അത്രയേ ഉള്ളൂ. അല്ല എനിക്കൊരു വസ്തുവും ഇല്ല. എനിക്കെന്താ വസ്തു? ഇതാണ് 88 വയസ്സായി. എനിക്ക് വസ്തു വരണം. ടീച്ചർ ഇരിക്കുന്ന കാലത്ത് ഞാനൊന്ന് ഒരിക്കൽ കൂടെ ടീച്ചർ ഇരിക്കുന്ന സമയത്തെ ഒരിക്കൽ കൂടെ അമ്പലത്തിന്റെ അതുകൊണ്ട് ഉള്ള സമയത്ത് ഐശ്വര്യമായിട്ട് അവിടെ വന്ന് അവരെക്കാളും നമ്മൾ ഉള്ള ആ ആത്മബന്ധം അല്ലെങ്കിൽ അതൊന്നും തുറന്നേ അത് ഉറപ്പായിട്ടും ഞങ്ങൾ ഒരു വർഷം 2-3 പ്രാവശ്യം കാണും. എന്റെ ഉണ്ണി എന്തോ കൃഷ്ണ വന്നാണ് പൂക്കോളം. ഞങ്ങളുടെ അയ്യപ്പ റോഡ് അപ്പൊ അതൊന്ന് സൂചിപ്പിക്കാം. അതിന്റെ കാര്യത്തിലോട് നീങ്ങിയാട്ടെ. നിങ്ങൾ വേറൊന്നും പറയണ്ട. അവര് ഇങ്ങനെ വഴി കിഴക്കോട്ട് മാറ്റുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ നിങ്ങൾക്കും അറിയാലോ. അപ്പം നിങ്ങൾക്കും കുഴപ്പങ്ങളൊന്നും വരുന്നില്ല. അപ്പൊ ഞങ്ങളായിട്ടെല്ലാം വൃത്തിയാക്കി അങ്ങോട്ട് വന്നേക്കാം എന്ന് പറയാം. അന്നേരം നിങ്ങൾക്ക് കുഴപ്പമാണ്. അവരുടെ വീട്ടിലോട്ട് ഒന്നും പറയാനില്ല. അവരെ കഴിഞ്ഞ പിന്നെ മാറ്റി ഈ വഴി കിടക്കുന്ന പോലെ തന്നെ റെഡിയാക്കണം. നല്ല വീട്ടിലോട്ട് തെങ്ങിന്റെ ഇടയ്ക്ക് എങ്ങനെ കയറും. പിന്നെ അവിടെ അങ്ങോട്ട് തെങ്ങിന്റെ
കൂടെ മാത്രം കൊണ്ട് കിട്ടും, വേറെ ആരുടെ കൈ കൂടെ വേണ്ട. ആ നിങ്ങൾക്ക് തന്നാലും ഞങ്ങൾ തന്നാലും ഞങ്ങളുടെ ക്ലിയർ ആയി കിട്ടിയതിന് പിന്നെ പണത്തെ അത് ഉള്ളിൽ തന്നെ സംബന്ധിക്കുന്നതല്ലായിരുന്നു. അത് നോക്കാം, അതൊക്കെ നമുക്ക് നമ്മുടെ വേറൊരാളുടെ ഇനി ആ റോഡ് പോയി ഇത് മുട്ടിയാലും നല്ലത് ചെയ്യും ഈ വഴിയിലേ. അല്ല ഉണ്ണിക്ക് നല്ല ഈ റോഡ് അങ്ങോട്ട് മറ്റേ റോഡിൽ നിന്ന് വന്ന് കിട്ടും. എല്ലാവരും വസ്തുക്കൾക്ക് കാവ് പിന്നെ കുറയ്ക്കാനായിട്ട് 2 പേരെ വിളിച്ചോണ്ട് വന്നു, ആരാധന വിളിച്ചോണ്ട് വന്നു. എന്നിട്ട് ഈ ഉണ്ണി വന്ന് സമ്മതിക്കില്ല, കാവ് കുറയ്ക്കാൻ സമ്മതിക്കില്ല. ഈ ടൂറിന് ഇപ്പൊ ഞാൻ കഴിഞ്ഞ വർഷം എല്ലാവരും 40,000 രൂപ ചെലവാ കാവിനും. നമ്മുടെ അങ്ങോട്ട് പോകുമ്പോ ഇന്നാളെ അന്ന് പറഞ്ഞ മാതിരിയുള്ള എനിക്ക് ദുഷ്ടതയാ മനുഷ്യരെ കാറ്റിക്കൂട്ടുന്നത് പോലെ. അതാരും ചിന്തിക്കുന്നില്ലല്ലോ, കൊണ്ടുപോകുന്നില്ല എന്നുള്ളതല്ലേ ചിന്തിക്കുന്നുണ്ടോ. വേറെ വല്ലയിടത്തും ചെന്ന് നിങ്ങൾ സംസാരിച്ച്